ഹലോ എവ്രിവൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ഏജ് ലിമിറ്റ്, നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്, അതുപോലെ തന്നെ ഓരോ കാറ്റഗറിക്കും എന്ത് ഏജ് റിലാക്സേഷൻ വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ട മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 21 വയസ്സാണ്. 21 വയസ്സായവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 32 വയസ്സാണ്. മിനിമം ഏജ് ലിമിറ്റ് ഏത് കാറ്റഗറി ആണെങ്കിലും, അതിപ്പം ജനറൽ ആണെങ്കിലും, അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിലും, OBC കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിലും എന്താണ് മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. ഇനി ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 32 വയസ്സാണ്. ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റിന്റെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നോക്കാം. 6 അറ്റംപ്റ്റ്സ് ആണ് അവർക്കുള്ളത്. 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ ഉണ്ട്. അതിനുള്ളിൽ എത്രയാണ്? 6 അറ്റംപ്റ്റ്സ് ആണ് ഒരു ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റിന് ഉള്ളത്. ഇനി അടുത്തതാണ് OBC കാറ്റഗറി കാൻഡിഡേറ്റിന്റെ ഏജ് ലിമിറ്റും അതുപോലെ തന്നെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സും നമുക്ക് നോക്കാം. ഏജ് ലിമിറ്റ് അവർക്ക് വരുന്നത് 35 ഇയേഴ്സ് ആണ്. ഏജ് റിലാക്സേഷൻ ആണ് 35 ഇയേഴ്സ് ആണ്. അറ്റംപ്റ്റ്സ് 9 അറ്റംപ്റ്റ്സ് ആണ് അവർക്കുള്ളത്. അതായത് 21 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ അവർക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അതിൽ 9 അറ്റംപ്റ്റ്സ് നടത്താം. ഓക്കെ. ഇനി അടുത്തതാണ് SC അല്ലെങ്കിൽ ST കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന്റെ ഏജ് ലിമിറ്റും അതുപോലെ തന്നെ അവരുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സും. SC അല്ലെങ്കിൽ ST കാറ്റഗറിയിലാണെങ്കിൽ അവരുടെ ഏജ് ലിമിറ്റ് വരുന്നത്, മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 37 വയസ്സ് വരെയാണ്. അറ്റംപ്റ്റ്സ് എന്താണ്? അൺലിമിറ്റഡ് ആണ്. അതായത് 21 വയസ്സ് തൊട്ട് 37 വയസ്സ് വരെ എത്ര അറ്റംപ്റ്റ്സ് വേണമെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി. ഈ ഒരു കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ് ടു 42 ഇയേഴ്സ് ആണ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് വരുന്നത്. ഓരോ കാറ്റഗറിനെ ബേസ് ചെയ്തിട്ടാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 42 വയസ്സ് വരെയാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്നുകൂടി നോക്കാം. ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാനുള്ള മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. ഇനി ജനറൽ കാറ്റഗറി ആണെങ്കിൽ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 32 വയസ്സായാണ്. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്, ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിന്റെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് 6 ആണ്. OBC കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ ഏജ് ലിമിറ്റും നമ്പർ ഓഫ് അറ്റംപ്റ്റ്സും നോക്കാം. ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. അറ്റംപ്റ്റ്സ് 9. SC/ST കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ ഏജ് ലിമിറ്റും നമ്പർ ഓഫ് അറ്റംപ്റ്റ്സും നോക്കാം. ഏജ് ലിമിറ്റ് 37 വയസ്സാണ്. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് അൺലിമിറ്റഡ് ആണ്. 37, 21 വയസ്സ് തൊട്ട് 37 വയസ്സ് വരെ എത്ര അറ്റംപ്റ്റ്സ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, ഈ ഒരു കാറ്റഗറി വരുന്ന കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ ഏജ് ലിമിറ്റ് എന്താണ്? അപ് ടു 42 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എങ്ങനെയാണ്? അത് ഓരോ കാറ്റഗറിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു കാര്യമാണ്, ഒരു ഇമ്പോർട്ടന്റ് റൂൾ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അറ്റംപ്റ്റ്സിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടന്റ് റൂൾ ആണ്. അതായത് പ്രിലിംസിൽ നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു അറ്റംപ്റ്റ് ആയിട്ട് കണക്കാക്കും. ഫോം ഫില്ല് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതെന്തായില്ല, അതൊരു അറ്റംപ്റ്റ് ആയില്ല. പക്ഷെ പ്രിലിംസ് എക്സാം എഴുതി അത് ഫെയിൽ ആയാലും പാസ് ആയാലും അതെന്താണ്? അതൊരു അറ്റംപ്റ്റ് ആയിട്ട് കണക്കാക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഫോം ഫില്ല് ചെയ്തു അല്ലെങ്കിൽ അവിടെ ചെന്നു നമ്മൾ അവിടെ സൈൻ ചെയ്യുന്നവരെ എന്താണ്? അതൊരു അറ്റംപ്റ്റ് അല്ല. പക്ഷെ നമ്മൾ ആ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു അറ്റംപ്റ്റ് ആയിട്ട് കണക്കാക്കും. ഇനി കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ എന്താണ്, നേരത്തെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. NCERT സ്റ്റാർട്ട് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ആദ്യം തന്നെ എന്താണ്, എക്സാമിന്റെ പാറ്റേണും സിലബസും നല്ല രീതിക്ക് മനസ്സിലാക്കിയിരിക്കുക. കറണ്ട് അഫയേഴ്സ് നല്ല രീതിക്ക് നോക്കുക. അതുപോലെ തന്നെ എന്താണ്, PYQസും നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ UPSC CSCക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് നോട്ട്സും അതുപോലെ തന്നെ CSATന്റെ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതിയാവും. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.